പ്രത്യയശാസ്ത്ര സംയോജനം. ചുവപ്പ് മാറിയാൽ കാവിയാവുന്നതും കാവിക്ക് എളുപ്പം ചുവപ്പിലേക്ക് മാറാൻ ഒക്കുന്നതും നിറഭേദശാസ്ത്രം. എന്നാൽ തികച്ചും വ്യത്യസ്തമായ രണ്ട് തത്വസംഹിതകൾ സമന്വയഭാവം പോകുന്നത് തികച്ചും അസ്വാഭാവികം. ചരിത്രത്തിന്റെ നാൾവഴികളിൽ അസമത്വത്തിന്റെ വേവലാതികളിൽ ഒരു ഉപാധി എന്നോണം പുറത്തിറങ്ങിയ ഒരു പ്രത്യയശാസ്ത്ര സംഹിതയാണ് ദാസ് ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന കമ്മ്യൂണിസ്റ്റ് ആശയധാര. ഉള്ളവനിൽ നിന്നും ഇല്ലാത്തവനിലേക്കുള്ള ദൂരം കുറക്കാൻ, മേലാളനിൽ നിന്നും കീഴാളനിലേക്ക് സമഭാവനയെ സന്നിവേശിപ്പിക്കുവാൻ, സമത്വസുന്ദരമായ സോഷ്യലിസത്തിന്റെ പട്ടുടയാടയണിയാൻ വിപ്ലവമെന്ന മഹിതാശയം ലോകസമക്ഷം അവതരിപ്പിക്കുകയും തൊഴിലാളി സർവാധിപത്യം ജീവനകാഹളമാകണമെന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സമഭാവനയുടെ സംഗീതിക ആസ്വദിക്കുക അപ്രാപ്യമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ നവോത്ഥാനത്തിന്റെ പടഹധ്വനിയുമായി രംഗത്തിറങ്ങിയവരൊക്കെ ആദ്യം ചുവപ്പ് പ്രസ്ഥാനക്കാരായിരുന്നില്ല എന്നതാണ് സത്യം. കാലാന്തരെ അവരിൽ ചിലർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഗാതാക്കളായി മാറിയെങ്കിലും അന്നത്തെ സമര രണാങ്കണങ്ങളിൽ അവരൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരഭടന്മാരായിരുന്നു. അപ്പോൾ ഒരു സത്യം തെളിഞ്ഞു വരുന്നു. ഭാരതീയ കമ്മ്യൂണിസം പലതും കടം കൊള്ളുകയും പലതും ഏറ്റെടുക്കുകയുമായിരുന്നു. സായുധ വിപ്ലവം എന്ന ആശയം ഭാരതീയ സംസ്കൃതിയുമായി ഒത്തുചേരുന്ന ഒന്നല്ലെന്നും അത് മാവോയിസത്തിന്റെയും നക്സലിസത്തിന്റെയും ഒളിപ്പോര് നടത്തുന്ന ചെകുവേരകളിൽ ഒളിഞ്ഞിരിക്കുന്ന അധാർമിക പ്രവർത്തനമാണെന്നും പൊതുജനം മനസ്സിലാക്കിയപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഉൾക്കൊള്ളാനാവാത്ത ഒരു വിശ്വാസധാരയായി മാർക്സിസം മാറി. ഔത്തരാഹ ഭാരതത്തിൽ ചിലയിടങ്ങളിൽ രൂപം കൊണ്ട തീവ്രവാദ പ്രവർത്തനങ്ങൾ മാവോയിസത്തിന് വഴിമരുന്നിട്ടപ്പോൾ, നക്സലിസത്തിന് വഴി കാട്ടിയായപ്പോൾ ഏറെ ചുവപ്പണിഞ്ഞത് കേരളവും ബംഗാളും ത്രിപുരയുമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷമായി മാറാൻ തക്ക ആൾബലം രൂപപ്പെടുത്തിയെടുക്കാൻ അന്നത്തെ നേതാക്കൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ ധാർമ്മികത നിലനിർത്താനും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനും സാധിക്കാതെ വന്നപ്പോൾ മാർക്സിസം ലെനിനിസം എന്നത് എത്താക്കൊമ്പിലെ കൊഴിയുന്ന പൂക്കളാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു. വിപ്ലവമെന്നത്, ജനാധിപത്യമെന്നത് നടപ്പിൽ വരുത്താൻ ദുഷ്കരമാണെന്നും സായുധ വിപ്ലവം എന്നത് അചിന്ത്യമാണെന്നും അവർ മനസ്സിലാക്കി. അങ്ങനെ പ്രകടിത ഭാവത്തിൽ നിന്നും ഒളിപ്പോരിലേക്ക് കൂടുവിട്ട് കൂടുകൂട്ടാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. അക്കാലത്തെ സാമൂഹ്യ പരിതസ്ഥിതികളും അതിന് വളമേകി. എന്നാൽ കാലിനടിയിലെ മണ്ണ് മുഴുവനായി ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ. കയ്യിൽ ലഭിച്ച അധികാരം സ്വകാര്യോദ്ധാരണത്തിനായി അല്ലാതെ പൊതുജനോദ്ധാരണത്തിനായി ഉപയോഗിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. ഒടുവിൽ ഇപ്പോൾ ഒരു മഹാപ്രത്യയശാസ്ത്രം കേവലം ഒരു കൊച്ചു തുരുത്തിലേക്ക് ഒതുങ്ങിപ്പോയി എന്നതാണ് പരമാർത്ഥം. ആ മാറ്റം പ്രസ്ഥാനത്തിന്റെ സർവനാശത്തിലേക്ക് വഴിമാറുന്നത് ഇന്ന് ദയനീയമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഫലമോ, പ്രത്യയശാസ്ത്രങ്ങൾ അലിഞ്ഞലിഞ്ഞില്ലാതാവുകയും മുതലാളിത്ത നിബദ്ധമായ ഒരു സംസ്കാരത്തെ പുണരുവാനും മനസ്സിനെ മാറ്റിയെടുക്കുവാനും നേതൃനിര തയ്യാറാവേണ്ടി വരികയും ചെയ്യുന്നു. സോഷ്യലിസം ഒരു മരീചികയാണെന്നും മുതലാളിത്തത്തെ തുടച്ചുമാറ്റുക അസാധ്യമാണെന്നും തിരിച്ചറിഞ്ഞ തൊഴിലാളികൾ പോലും മുതലിറക്കുന്നവനുണ്ടെങ്കിലേ തൊഴിലുള്ളൂ എന്ന സത്യം തിരിച്ചറിയാൻ തുടങ്ങി. പണത്തിന്റെ രുചിയറിഞ്ഞ നേതൃത്വം പ്രസ്ഥാനത്തെ പണയപ്പെടുത്തുകയും സ്വന്തമായി സാമ്രാജ്യങ്ങൾ പണിതുയർത്തുകയും കൂടി ചെയ്തപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ജന്മം കൊണ്ട ഒരാശയധാര ലോകത്തിനോട് തന്നെ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. ശിഥിലമായ സോവിയറ്റ് യൂണിയനും രാജവാഴ്ചയെ നാണിപ്പിക്കുന്ന ചൈനയും കൊറിയയും ഒക്കെ കമ്മ്യൂണിസത്തിൽ നിന്നും വിടുതൽ നേടിയിട്ട് കാലമേറെയായി. 3 പതിറ്റാണ്ടിലേറെക്കാലം അധികാരം നിലനിർത്തിയ വംഗദേശവും ചുവന്ന ത്രിപുരയും ഒക്കെ കാലഗതിക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വഴിമാറി.
അങ്ങനെ ഒടുവിൽ ചുവപ്പാണോ കാവിയാണോ എന്ന് തിരിച്ചറിയാനൊക്കാത്ത വിധത്തിൽ കേരളമെന്ന കൊച്ചു തുരുത്തിൽ ശരശയ്യയിൽ അവസാന ശ്വാസത്തിനായി കാത്തിരിക്കുന്ന ദുരവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ കാഹളധ്വനികൾ ആസ്വദിക്കുന്ന കാലത്ത് തന്നെ രൂപം കൊണ്ടതാണ് മതാനുബന്ധികളായ തീവ്രവാദപക്ഷത്തെ അവകാശവാദങ്ങൾ. ഭാരതം എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മണ്ണാണെന്നും ഇന്ത്യയുടെ ഭാവി ഭാഗധേയം നിർണയിക്കുന്നത് അവർ മാത്രമാകണമെന്നും വിശ്വസിച്ചു പോന്ന ആ വിഭാഗത്തെ അതിലേക്ക് നയിച്ചതും മുസ്ലിം ന്യൂനപക്ഷത്തെ അംഗീകരിക്കുവാൻ വിമുഖത കാട്ടിയതും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമെന്നതായിരുന്നു. ഒരു ഗത്യന്തരവുമില്ലാതെ വന്നപ്പോൾ എടുക്കേണ്ടി വന്ന ആ തീരുമാനമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയും പിളർപ്പിനെ പരിപൂർണമായും എതിർത്ത ജവഹർലാൽ നെഹ്റുവും ഹിന്ദുത്വവാദികൾക്ക് ഉൾക്കൊള്ളാനാവാത്ത ഒന്നായി മാറി എന്നതിന്റെ തെളിവാണ് മഹാത്മാവിനെ വെടിയുണ്ട കൊണ്ട് അഭിഷേകം നടത്തിയത്. സ്വാതന്ത്ര്യലബ്ധി പോലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത മതവെറി പൂണ്ട വിഭാഗം ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയാണ് ഭാരതീയ മതം എന്ന് വിശ്വസിക്കുകയും മതനിരപേക്ഷത എന്നാൽ ദിവാസ്വപ്നം മാത്രമാണെന്നും ധരിപ്പിക്കുവാൻ ശ്രമിച്ചു. അതിന് വിലങ്ങുതടിയാവുന്നത് കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനമാണെന്നും ഹിന്ദുക്കളല്ലാത്തവരൊക്കെ ശത്രുക്കളാണെന്നും ശബ്ദഘോഷങ്ങൾ ഉയർത്തി. പക്ഷേ ശക്തമായ ജനാധിപത്യത്തെ സൃഷ്ടിച്ചെടുത്ത ഭാരതത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾക്ക് മുമ്പിൽ അവയൊക്കെ നിഷ്പ്രഭമായി. രാഷ്ട്രശില്പിയുടെ ഭരണ നൈപുണി ഭാരതത്തെ അസൂയാർഹമാം വിധം ഉന്നതികളിലേക്ക് നയിച്ചുകൊണ്ടിരുന്നപ്പോൾ, അഹിംസയും ചേരിചേരാ നയവും മുഖമുദ്രയായപ്പോൾ അധികാരത്തിന്റെ 7 അയലത്തേക്ക് വരാൻ ഈ വിഘടന വിദ്രോഹ ശക്തികൾക്ക് സാധിച്ചില്ല. പക്ഷേ അവർ അവസരങ്ങൾ കാത്തിരുന്നു. അടിയന്തരാവസ്ഥ എന്ന ഒറ്റ കാരണമാണ് പ്രത്യക്ഷ വിപ്ലവത്തിന്റെ പാതയിലേക്ക് കടന്നുവരാൻ അവർക്ക് വഴിമരുന്നിട്ടത്. ആ നൂലിഴയിൽ പിടിച്ചുകയറി ചെങ്കോട്ടയിലെ കൊടിക്കൂറയാവാൻ തക്ക പ്രാപ്തി നേടിയത് കോൺഗ്രസ് എന്ന കുടുംബത്തിലെ കലഹങ്ങൾ മുതലാക്കിയാണ്. സകല വിരുദ്ധ വിശ്വാസ ശക്തികളും അധികാരം സ്വപ്നം കണ്ട സകല പഴുതാരകളും ഒത്തുചേർന്നപ്പോൾ മഹാവിപ്ലവം അഭിമോഹിച്ച ജയപ്രകാശ രാജനാരായണന്മാർ ഒരുക്കിയ കെണിയിൽ അകപ്പെട്ടുപോയ അധികാരമോഹികൾ ഏറെ താമസിയാതെ അധികാരം വിട്ടൊഴിയുകയും കൂട്ടായ്മകൾ ശിഥിലമാവുകയും ചെയ്യുന്നതും നാം കണ്ടു. പുനഃസ്ഥാപിക്കപ്പെട്ട ഗാന്ധിയൻ വിശ്വാസധാരകൾ ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങളിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയും വിവരാവകാശ നിയമവും പോലുള്ള ജനക്ഷേമ പദ്ധതികളിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ മതവെറിക്കോലങ്ങൾ ന്യൂനപക്ഷത്തിന്റെ ആരാധനാലയങ്ങൾ തച്ചുടച്ചുകൊണ്ട് പുത്തൻ അമ്പലങ്ങൾ പണിയാൻ തുടങ്ങി. ആ അമ്പലങ്ങളിലെ മണിമുഴക്കങ്ങളിൽ ലയിച്ചുപോയ ജനാവലിയെ മതാന്ധതയുടെ ശ്മശാന ഭൂമികയിലേക്ക് നയിക്കുകയും കൂട്ടക്കുരുതികളിലൂടെ തങ്ങളുടെ അധികാര സോപാനത്തിന് രക്തം കൊണ്ട് അഭിഷേകം നടത്തുകയും ചെയ്തപ്പോൾ പൊതുജനം അന്ധാളിച്ചുപോയി. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന ആപ്തവാക്യം അവരിൽ ജനാധിപത്യം എന്ന മഹിതാശയത്തെ കൊലവിളിക്കാൻ പ്രാപ്തരാക്കി. ന്യൂനപക്ഷം എന്നാൽ മതാടിസ്ഥാനത്തിലുള്ള വിഭാഗമാണെന്നും അത് സമൂഹത്തിലെ അധസ്ഥിത മനസ്സുകളുടെ സംഘാതമാണെന്നും അവർ തെറ്റായി വായിച്ചു. അത്തരം അധമധാരണകൾ പേറിക്കൊണ്ട് എന്ത് വൃത്തികേട് കാണിച്ചും അധികാരത്തിൽ തുടരുക എന്നത് ചര്യയാക്കി. എതിർശബ്ദങ്ങളെ മുഴുവനില്ലായ്മ ചെയ്യുകയും അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ അപരിഷ്കൃത വൈജാത്യങ്ങൾ മനുസ്മൃതി എന്ന വിചാരധാരയിലൂടെ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തകർന്നു വീഴുന്നത് 10,000ങ്ങളുടെ ജീവത്യാഗത്തിന്റെ ഫലമായ സ്വാതന്ത്ര്യമെന്ന മഹിതാശയമാണ് എന്നോർക്കുമ്പോഴാണ് സങ്കടം. ഇത് ഇന്ത്യയുടെ മറ്റൊരു മുഖം. അപ്പോൾ വിപ്ലവങ്ങളിലൂടെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ആശയത്തെ പുൽകാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മതവെറിയുടെ വിശ്വരൂപങ്ങളായ ഹിന്ദുത്വ ശക്തികളും ഒരേ പാതയിൽ എത്തിച്ചേരുന്നു. എങ്ങനെയും അധികാരം പിടിച്ചടക്കുക, ലോകം ബഹുമാനിക്കുന്ന ഭാരത ഭരണഘടനയെന്ന വേദവാക്യ സംഹിത മാറ്റി നിർത്തി മനുസ്മൃതിയിലേക്ക് നയിക്കുന്ന ഈ വിഘടന ശക്തികൾ ഒരേ കൂടാരത്തിലെ അന്തേവാസികളായി മാറിയിരിക്കുന്നു. ചുവപ്പ് അലിഞ്ഞലിഞ്ഞില്ലാതായ മാർക്സിയൻ ചിന്തകളും അഥവാ നവലിബറൽ കമ്മ്യൂണിസവും
ജാതിമത വിപ്ലവ ജ്യോതിയിൽ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന പരിവാരങ്ങളും അഥവാ സവർക്കറിസവും നിറഭേദങ്ങളില്ലാത്ത ഒരു കൊടിക്കൂറയുടെ കീഴിലായി അണിനിരക്കുന്ന ദയനീയമായ കാഴ്ചയാണിത്. പൊതുശത്രു കോൺഗ്രസ് ആണെന്ന് ഇരുവരും പാടിക്കൊണ്ടിരിക്കുന്നു. ദേശീയധാരയിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഈ പാത തിരഞ്ഞെടുത്തത് വെറും അധികാര കൊതി കൊണ്ടാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പൊതുശത്രുവിനെ നേരിടാൻ നിറം മങ്ങിയ ചുവപ്പും ചുവപ്പേറിയ കാവിയും ഒന്നായി മാറുന്ന വിരോധാഭാസം. പുരാണത്തിലെ സുദാമാവ്, അതായത് കുചേലൻ, ശ്രീകൃഷ്ണനെ കാണാൻ പോയ രംഗഭൂമിക ഓർത്തുപോകുന്നു. കുചേലൻ ശ്രീകൃഷ്ണനെ ഒരു തവണ കണ്ടു മടങ്ങുമ്പോഴേക്കും തന്റെ ദാരിദ്ര്യങ്ങൾക്ക് പരിഹാരമായെങ്കിൽ ആധുനിക കേരളത്തിന്റെ ഭരണാധിപൻ ഓരോ തവണ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി മടങ്ങുമ്പോഴും തന്റേതും തന്റെ കുടുംബത്തിന്റേതും ആയ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി അനന്തരമനുസ്യൂതം നീളുന്ന ലാവലിൻ കേസ് പോലെ അധികാര കസേരയുടെ ഇളകുന്ന ആണിക്കല്ലുകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയാവസ്ഥ. ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധതന്ത്രം മെനയുന്ന പരിവാര വൃന്ദം ഈ രാഷ്ട്രീയ കളിയിൽ സംതൃപ്തി അടയുന്നു. ഇവിടെയാണ് ഉറങ്ങിപ്പോയ ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും അംബേദ്കറും ഒക്കെ ഞെട്ടിയുണരേണ്ടത്. അചിന്ത്യവും അസംഭവ്യവുമാണത് എന്നതിനാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ ഉയർത്തിവിട്ട മുദ്രാവാക്യങ്ങളും വിപ്ലവ ജ്വാലകളും പുനരാവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ഭാരതത്തിന് ഒരു നവഭാരത ശില്പിയുടെ അഭാവം ഇന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കി നാം ഓരോരുത്തരും അണിയണിയായി നിന്നുകൊണ്ട് അണയാത്ത ദീപശിഖകൾ ഉയർത്തുക തന്നെ വേണം. അങ്ങനെ പതിറ്റാണ്ടുകൾ വൈദേശികത്വത്തിനെതിരെ പൊരുതിയ നാം മതാന്ധകാരത്തിൽപ്പെട്ടിരിക്കുന്ന ഭാരതത്തെ മതസഹിഷ്ണുതയുടെയും ജനാധിപത്യത്തിന്റെയും സമഭാവനയുടെയും ഒരു നാടാക്കി മാറ്റുവാൻ യുദ്ധകാഹളം മുഴക്കേണ്ട നേരമായി. സ്ഥാനലബ്ധികൾ മറന്ന് ജനാധിപത്യത്തിന്റെ പുനരേകീകരണം സാധിക്കുവാൻ അധമപ്രക്രിയകളിലൂടെ അധികാരം കൈയടക്കുന്ന സ്വേച്ഛാധിപത്യ ശക്തികൾക്കെതിരെ, നുണപ്രചരണങ്ങളിലൂടെ മതവിദ്വേഷം വളർത്തുന്ന അന്ധതയ്ക്കെതിരെ, അഭിപ്രായ സ്വാതന്ത്ര്യ ഹത്യക്കെതിരെ പടഹധ്വനി മുഴക്കേണ്ട നേരമാണിത്. ഒരു പ്രത്യക്ഷ സമരമഹാവിപ്ലവം ഇവിടെ അനിവാര്യമായിരിക്കുന്നു. ജനങ്ങൾ നേരിട്ട് അധികാര കസേരകൾ പിഴുതെറിഞ്ഞ എത്രയോ സംഭവങ്ങൾ നമ്മുടെ അയൽപക്കങ്ങളിൽ പോലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥം ഒരു മഹാവിപ്ലവം ഭാരതം ആഗ്രഹിക്കുന്നു. ഞാനല്ല നാമാണ് എന്ന വിശാല ബോധമുണർത്തുകയും എന്റേതല്ല നമ്മുടേതാണ് എന്ന അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാഹളധ്വനികൾ ഉയർന്നു വരണം. വിപ്ലവം തോക്കിൻകുടലിലൂടെയല്ല, മതബോധനത്തിലൂടെയുമല്ല, ജനസംതൃപ്തീകരണത്തിലൂടെയാണ് എന്ന വിശ്വാസധാരയാവണം മറ്റെന്തിനേക്കാളും മുഴച്ചു നിൽക്കേണ്ടത്. സ്നേഹമെന്ന മതം പ്രചരിപ്പിക്കുകയും അഹിംസയെന്ന വിശ്വാസധാര വളർത്തുകയും സ്വയം പര്യാപ്തതയാണ് വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തുകയും സകലരും ഒരു അമ്മയുടെ മക്കളാണെന്ന അചഞ്ചല വിശ്വാസത്തിന്റെ വക്താക്കളാകുകയും ചെയ്യുന്ന സുദിന ചിന്തകളെ താലോലിച്ചുകൊണ്ട് രാഷ്ട്രീയ വിചാരധാരയുടെ ദശമസ്കന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിന്മയെ അകറ്റി നന്മയെ പ്രതിഷ്ഠിക്കുന്ന ധർമ്മപഥം രചിച്ച മഹാഭാരത കഥ പോലെ ലോകോദ്ധാരകനായി പരിപൂർണനായി അവതാരം കൊള്ളുന്ന ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രം ചുതികളും ചുതിഭംഗങ്ങളും ധർമ്മനിവാരണ പ്രക്രിയയിലെ മൂലഘടകങ്ങളാണെന്ന് അനുചരരിലൂടെ നടപ്പിലാക്കിയത് ധർമാധിഷ്ഠിത ഭരണകർത്താവായ ധർമ്മപുത്രരെ വാഴിക്കുവാനും പാണ്ഡവകുലത്തെ അവരോധിക്കുവാനുമാണ്. എന്നാൽ പ്രളയജലത്തിൽ അമർന്നുപോയ രാജവംശം ചെയ്തു കൂട്ടിയ കെടുതികളുടെ കഥകൾ പേറുന്ന മനസ്സുമായി അധികാരം കൈയാളുക അവർക്കൊരിക്കലും സുഗമമായിരുന്നില്ല. അവതാര പുരുഷനായ ശ്രീകൃഷ്ണൻ പോലും കാലഗതിയിൽ വിലയം പ്രാപിച്ച കഥകൾ ഉറങ്ങുന്ന നാട്ടിൽ മനുഷ്യവംശത്തിന് പ്രചോദകമായി വർത്തിക്കുന്നത് സഹകരണവും സൗമനസ്യവുമാണ് എന്ന് തിരിച്ചറിയുകയും സർവരും ഒരുപോലെ ജീവിതം ആസ്വദിക്കുന്ന ഏകതാനതയാണ് സ്വതന്ത്ര ഭാരതം വിഭാവനം ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുവാൻ ഇനിയെങ്കിലും നമുക്ക് കഴിയണം. അനശ്വരമായത് ധർമ്മവും സ്നേഹവുമാണെന്ന സത്യത്തെ തിരിച്ചറിയുകയാണ് ഇന്നിന്റെ ആവശ്യം. മതമേതായാലും രാഷ്ട്രീയമേതായാലും ഭരണ സംവിധാനം ജനോപകാരപ്രദമാവണം. അവിടെ വ്യതിരിക്തതകൾക്കും മതവിശ്വാസധാരകൾക്കും ഇടവുണ്ടാവണം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം.
ആയുധങ്ങൾ അഹിംസാത്മകമാവണം എന്ന ചിന്താഗതി ധരിച്ചുവശായ ഒരു ജനതതിയെ വാർത്തെടുക്കുവാൻ, അങ്ങനെ ജനാധിപത്യ ലോകത്തിന്റെ നെറുകയിലെ മങ്ങാത്ത മായാത്ത സിന്ദൂരപ്പൊട്ടായി മാറുവാൻ ഭാരതത്തിന് കഴിയണമെങ്കിൽ നാം ഉണർന്നേ പറ്റൂ. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത.